കോഴിക്കോട് കൂടരഞ്ഞിയിലേക്കാണ്. തമ്പുരാൻ കൊല്ലിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു എന്നതാണ് വാർത്ത. പുലർച്ചെയോടെ ആന കാടുകയറി. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, വ്യാപകമായ കൃഷിനാശമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പോൾ കാട് കയറി എന്നതാണ് വിവരം. നിലവിലെ സാഹചര്യം എന്താണ്? ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? അനുജ, ഈ പ്രദേശവാസികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും നേരം ഇരുട്ടുന്നതോടെ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന എത്തുന്നു. പിന്നീട് അല്പം വൈകുന്നേരം, അതായത് രാവിലെ ആകുമ്പോഴേക്കും ഇത് കാട് കയറുകയും ചെയ്യും. പക്ഷെ പിറ്റേ ദിവസവും ആശങ്ക വിതച്ചുകൊണ്ട് ജനവാസ മേഖലകളിലേക്ക് എത്തും. ഇതൊരു തുടർക്കഥയായി മാറുന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രി ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാന നിരവധി വാഴകളടക്കം ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. നിരവധി കർഷകരുടെ വാഴയടക്കം നശിപ്പിക്കുന്നു. വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഈ മേഖലയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യം. ഈ രാത്രിയിൽ ഇറങ്ങുന്ന ആന രാവിലെ ആകുമ്പോഴത്തേക്ക് കാട് കയറും. അതായത് ഇവർ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കും. അവർ ഈ സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇത് കാട് കയറിയിട്ടുണ്ടാകും. എന്നാൽ തൊട്ടടുത്ത ദിവസം വീണ്ടും ഈ ആശങ്ക രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്നലെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ അവർ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ നമുക്കറിയാം ഒരുപാട് കർഷകരൊക്കെയുള്ള പ്രദേശമാണ്. അവരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ കാട്ടാന നശിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ ഇവിടെ ഈ ഒരു മാസം മുൻപ് ഒരു പുലി ഇറങ്ങുകയും അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ പുലിയെ പിടികൂടാൻ കൂടടക്കം സ്ഥാപിച്ചിരുന്നെങ്കിലും ഇത്രയും ദിവസമായിട്ട് പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുലി അങ്ങനെ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് പ്രദേശവാസികൾ. ഇതിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇവിടുത്തെ പ്രദേശവാസികൾക്കുണ്ട്. അനുജ, ശരി. കൂടരഞ്ഞി തമ്പുരാൻ കൊല്ലിയിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെയോടെ ആന കാട് കയറി. പക്ഷേ ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി.